ഏറെ പ്രധാനപ്പെട്ട കാര്യം കേരളമടക്കം ഒരുപാട് പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നുണ്ട് ഈ ബജറ്റിൽ എന്നുള്ളതാണ്. പി ആർ സുനിൽ ഓർമ്മിക്കുന്നുണ്ടാവും, കഴിഞ്ഞ ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് ഒരുപാട് പ്രഖ്യാപനങ്ങളുണ്ടായി. അതിലൊരു പദ്ധതിയാണ് ഇപ്പോൾ പ്രൈം മിനിസ്റ്ററിൻ്റെ ഇന്ത്യൻ പദ്ധതി. കാര്യമായിട്ടുള്ള മാറ്റമുണ്ടാക്കിയോ എന്ന് ചോദിച്ചാൽ അതും പാതിവഴിയിൽ നിന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഒരു കാലഘട്ടത്തിൽ വന്നിരുന്നതാണ്. മാത്രമല്ല ഈ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് സിസ്റ്റം ഉണ്ടല്ലോ, മൂലധന വർധനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അധിക നികുതി, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുവന്ന ടാക്സ് പാറ്റേൺ വലിയ ചർച്ചയാക്കപ്പെട്ടിരുന്നു. അപ്പം അതിനേക്കാളൊക്കെ ഈ നികുതി സമ്പ്രദായങ്ങൾ പൂർണ്ണമായും ലളിതമാക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കും എന്ന് തന്നെ നമ്മൾ ഇപ്പോഴും ഉറ്റുനോക്കുന്നു. അതുകൊണ്ട് അത്തരം പദ്ധതികൾ കഴിഞ്ഞ തവണ നടപ്പാക്കാൻ ഉദ്ദേശിച്ചതും പാതിവഴിയിൽ നിന്നു പോയതുമായ പദ്ധതികളുടെ പുനരുജ്ജീവനം കൂടി ഈ ബഡ്ജറ്റിൽ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമല്ലേ? മാത്രമല്ല സ്ത്രീകൾ, കുട്ടികൾ, കർഷകർ, ഈ ചെറുപ്പക്കാരുടെ എണ്ണം കൂടുതലുള്ള ഒരു രാജ്യത്ത് അവരെ കൂടുതൽ മാനവ വിഭവശേഷി വർദ്ധിപ്പിക്കുന്നതിന്, അവരെ മികച്ച എന്റർപ്രനേഴ്സ് ആക്കുന്നതിന് സ്വയം സംരംഭങ്ങൾ അടക്കം ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. കാര്യം ആഭ്യന്തര വളർച്ച കൂട്ടുക എന്നതാണ് ഈ സർക്കാരിന് മുന്നിലുള്ള വെല്ലുവിളിയെന്ന് സർവേ റിപ്പോർട്ട് പറയുന്നു. പി ആർ സുനിൽ, വികസനം ലക്ഷ്യം വെച്ചുള്ള അരുൺ, തീർച്ചയായും ഒരു സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുതന്നെയാണ് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ സൂചന. അപ്പോൾ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുള്ള വലിയ പ്രഖ്യാപനങ്ങൾ ധനമന്ത്രി നിർമ്മല സീതാരാമൻ നടത്താൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ യുവാക്കളെ സംതൃപ്തിപ്പെടുത്തുന്ന ഈ തൊഴിൽ മേഖലയിലൊക്കെ തന്നെ ഇപ്പോൾ തുടരുന്ന പ്രതിസന്ധികൾ പരിഹരിക്കാൻ കഴിയുന്ന തരത്തിൽ ഉള്ള പ്രഖ്യാപനങ്ങൾ ഒരുപക്ഷെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഒരുപാട് പേരെ ഈ സ്റ്റാർട്ടപ്പിലേക്കൊക്കെ തന്നെ പുതിയ സംരംഭകരാക്കി മാറ്റുന്നതിനൊക്കെയുള്ള പുതിയ പ്രഖ്യാപനങ്ങൾ, പുതിയ കാലത്തിനനുസരിച്ചുള്ള വികസന പ്രഖ്യാപനങ്ങൾ ഒക്കെ തന്നെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഈ ബജറ്റിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. കാരണം വലിയ അസംതൃപ്തരുടെ വലിയൊരു വിഭാഗം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്, പ്രത്യേകിച്ച് യുവാക്കൾ. നമുക്കറിയാം, നേരത്തെ ഈ അഗ്നിവീർ പോലുള്ള പദ്ധതികളൊക്കെ തന്നെ പ്രഖ്യാപിച്ചപ്പോൾ ഈ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ വലിയൊരു കൂട്ടമാണ് വലിയ പ്രതിഷേധ രംഗത്ത് ഇറങ്ങിയപ്പോൾ പോലും പിന്നീട് ഈ ഒരു അഗ്നിവീർ റിക്രൂട്ട്മെൻറ്റിനായി കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയൊക്കെ തന്നെ ഉണ്ടായത്. തൊഴിലില്ലായ്മ എന്നത് ഗുരുതരമായ പ്രശ്നമാണ് രാജ്യത്ത്. ഇന്നലത്തെ സാമ്പത്തിക സർവേയിൽ തൊഴിലില്ലായ്മ കുറഞ്ഞു വരുന്നുവെന്ന് ഈ സാമ്പത്തിക സർവേ ചൂണ്ടിക്കാണിച്ചപ്പോഴും അത് 2022-23 ജൂൺ ജൂലൈ മാസത്തിലെ കണക്കായിരുന്നു അന്ന് സാമ്പത്തിക സർവേയിൽ ചൂണ്ടിക്കാണിച്ചത്. അതിനുശേഷമുള്ള കണക്കുകൾ സാമ്പത്തിക സർവേയിൽ പറയുന്നില്ല. അപ്പോൾ ഈ തൊഴിലില്ലായ്മ കുറഞ്ഞു വരുന്നു എന്നതൊരു യാഥാർത്ഥ്യമായി രാജ്യത്ത് തുടരുകയാണ്. അപ്പോൾ അങ്ങനെ തുടരുന്ന ഒരു സാഹചര്യത്തിൽ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഇവർക്കായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തും എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം. അതുപോലെ തന്നെയാണ് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കാർഷിക മേഖലയിലെ പ്രഖ്യാപനങ്ങൾ, സ്ത്രീകൾക്ക് വേണ്ടി എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പൊക്കെ നടന്നപ്പോൾ ഈ ആനുകൂല്യങ്ങൾ നൽകുക എന്നത് ഇപ്പോൾ രാജ്യത്തെ ഒരു വലിയൊരു തെരഞ്ഞെടുപ്പ് രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തന്ത്രപരമായ തീരുമാനമായി മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സൗജന്യ വാഗ്ദാനങ്ങൾ, പണമായി ബാങ്ക് അക്കൗണ്ടുകൾ വഴി പൈസ കൊടുക്കുന്ന തീരുമാനങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഈ സൗജന്യങ്ങൾ ആളുകളിലേക്ക് എത്തുന്നത് വലിയ തോതിൽ രാഷ്ട്രീയ രംഗത്ത് ആകർഷിക്കപ്പെടുന്ന ഈ ഒരു കാലത്ത് അത്തരത്തിലുള്ള ഒരു ചില പ്രഖ്യാപനങ്ങൾ കൂടി നമുക്ക് ബജറ്റിൽ ഇത്തവണ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് കാത്തിരിക്കാം. ഇനി കേവലം 34 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്നാം ഊഴത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കാൻ പോവുകയാണ് നിർമ്മല സീതാരാമൻ. കഴിഞ്ഞ തവണ ഇടക്കാല ബജറ്റായിരുന്നു. ആ ഇന്ത്യൻ ബജറ്റിൽ തന്നെ ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രഖ്യാപനങ്ങളിൽ ചിലതിന് ഉണർവേകുക എന്നതുകൂടിയാണ് ഈ ബജറ്റിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം. കേരളം കാത്തിരിക്കുന്നത് കേരളത്തിന് പ്രത്യേക പാക്കേജുകൾ ഉണ്ടാകുമോ, റെയിൽ അനുവദിക്കാനുള്ള സാധ്യതയുണ്ടാകുമോ, കേരളത്തിന് എയിംസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാകുമോ, വയനാട് പാക്കേജ് പ്രഖ്യാപിക്കുമോ, വിഴിഞ്ഞം പാക്കേജിൽ 5000 കോടി വരാൻ സാധ്യതയുണ്ടോ, 24,000 കോടി ഒരു പ്രത്യേക ധനസഹായ പാക്കേജായി കേന്ദ്രം പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ കേരളവും കണ്ണും നട്ടിരിക്കുന്നു. അതേസമയം ഇടത്തട്ടുകാരെ സംബന്ധിച്ച് ആദായ നികുതിയിലുള്ള പരിഷ്കരണം ഉണ്ടാകുമോ, ആദായ നികുതി പരിഷ്കരണത്തിൽ നിലവിലുള്ള ടാക്സ് സ്ലാബുകൾ പരിഷ്കരിക്കുമോ, കൂടുതൽ ഇളവുകൾ ഉണ്ടാകുമോ, കൺസെഷൻസ് ഉണ്ടാകുമോ, ഒരു എക്സെപ്ഷൻസ് ഉണ്ടാകുമോ എന്നതൊക്കെയാണ് നമ്മൾ കാത്തിരുന്ന് കാണുന്നത്. 3 ലക്ഷം എന്നുള്ളത് 5 ലക്ഷമാക്കി മാറ്റാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും മധ്യവർഗം കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അമിതമായിട്ടുള്ള നികുതി ഭാരമില്ലാതെ സാധാരണക്കാരെയും കർഷകരെയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു ബജറ്റ് പ്രഖ്യാപനത്തിനാണോ നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്? കാത്തിരിക്കുക പ്രിയപ്പെട്ട പ്രേക്ഷകരെ.